ഫ്ലൈറ്റിൽ നിസ്കരിക്കാൻ പറ്റൂല എന്നാണ് പലരുടെയും ധാരണ. അവിടെ മുസല്ലൊന്നും വിരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഫിഖ് പഠിക്കണം, ഉലമാക്കളോട് ചോദിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ തയമ്മം ചെയ്യാനാണെങ്കിൽ നമുക്ക് മണ്ണുണ്ടാവില്ല. അപ്പൊ ചെയ്യേണ്ട പണി എന്താ? നമ്മുടെ മുമ്പിലുള്ള സീറ്റിൽ ഉറക്കടിക്കൊന്നും വേണ്ട, ആ മനുഷ്യൻ അറിയും കൂടി വേണ്ട. മെല്ലെ ഒരു അടി അടിക്കുക, എന്നിട്ട് മുഖം തടവുക, എന്നിട്ട് നീയത്ത് വെക്കേണ്ടത് എന്താ? തയമ്മത്തിന്റെ നീയത്താൻ. ഒരടിയും കൂടി അടിക്കുക, വലത്തെ കൈയും ഇടത്തെ കൈയും ഇതേപോലെ തടവുക. എന്നിട്ട് കാലൊന്നും തടവാൻ പോട്ടെ. ചില ആളുകൾ കാണാൻ ഇങ്ങനെ പിടിച്ചിട്ട് കാലൊക്കെ തടവണം. തയമ്മത്തിന് കാല് തടവലില്ല. ഈ രണ്ടവയവം മാത്രം, മുഖവും മുൻകൈയും മാത്രം. എന്നിട്ട് അവിടെ ഇരുന്നോണ്ട്, ഈ ആൾക്ക് ശല്യമൊന്നും വരാതെ ഇരുന്നോണ്ട്, ഉറക്ക ഫാത്തിയോതണ്ട, ഉറക്കതാക്കണ്ട, മെല്ലെ ചൊല്ലിക്കൊണ്ട് നിസ്കരിച്ചോ. എന്തൊരു രസമുണ്ടാകുന്ന ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് 100-400 ആളുകൾ സഞ്ചരിക്കുമ്പോ നിങ്ങളിരുന്ന് നിസ്കരിക്കുകയാണ്. അള്ളാഹ്ക്ക് എത്രമാത്രം ഇഷ്ടമായിരിക്കും അത്. വായുലോകത്തിലൂടെ പോകുന്ന ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ജഗനിയന്താവായ തമ്പുരാൻ എത്രമാത്രം This is how we handlined a shark from the beach. So first, Tony whipped out the shark bait. Put her on a hook, attached to the drone, and we are ready for takeoff. We're going to drop this about 200 yards. This guy is actually out of his mind, but let's see what happens. Bait is deployed. And now we wait. Run for the bait, go! يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب يا منزل القرآن يا خالق الإنسان يا رب يا رحمن ജന്മം നമുക്കായി സമർപ്പിച്ച ദേവം തേരെ ഖുർബാൻ പ്യാരെ മുഹമ്മദ് ഗിർ രഹാ ഹൂം മുझे भी संभालो ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എന്റെ ഇല്ലാ പാട്ട് പാടി 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 ഇല്ലാത്തവരായി മാറുന്നു, ഇല്ലാത്തവരായിട്ട് മാറുന്നു. ചെറുതാവട്ടെ വലുതാവട്ടെ, എന്ത് കാര്യത്തിലാണെങ്കിലും അവര് ഇല്ല 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 ഇല്ല. നമ്മളുടെ ചിന്തകളിൽ, നമ്മളുടെ പ്രവൃത്തിയിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഒക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം. സബ് കോൺഷ്യസ് മൈൻഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ പവർ. നിങ്ങൾ എന്താണോ നിരന്തരമായി കൊടുക്കുന്നത് അതിനെ സബ് കോൺഷ്യസ് അട്രാക്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുന്നത് എന്തും നിങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും, അത് അസുഖമാണെങ്കിലും സൗഖ്യമാണെങ്കിലും, അത് നേട്ടമാണെങ്കിലും അത് കോട്ടമാണെങ്കിലും, എന്താണോ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്
അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. പ്രത്യേകിച്ചും ഇമോഷണലി ആണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതിന്റെ കാച്ചിങ് പവർ വളരെ വളരെ കൂടുതലാണ്. पुरानी किताबों के पन्ने सभी गवाही यहाँ देने आ जाएंगे, ख्यालों में यादों के आकर उजाले सभी दाग दिल के मिटा जाएंगे। किसको फिक्र है तुम्हारी यहाँ पर, अगर बढ़ है जाती तेरी धड़कने। മലപ്പുറം ജില്ലയിലെ ഒരു 19-കാരി സ്വന്തം ജീവൻ ആത്മഹത്യ ചെയ്യുന്നത് നിറത്തിൻ്റെ പേര് കളിയാക്കപ്പെട്ടപ്പോഴാണ്. കേരളത്തിലെ ഒരു പ്രമുഖ സിനിമാ നടി ലണ്ടനിലെ തൻ്റെ പഠനം ഉപേക്ഷിച്ചിട്ട് കേരളത്തിലേക്ക് തിരിച്ചു വന്നത് റാസിസം കാരണമാണ്. അപ്പോൾ ഫുട്ബോൾ ലോകത്ത് ഇത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. 2014 വില്ലാറയലുമായി ബാഴ്സലോണ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ലാ ലീഗയിൽ. അപ്പോൾ കോർണർ കിക്ക് എടുക്കാൻ വരുന്ന ബാഴ്സലോണ കളിക്കാരൻ ഡാനി ആൽവസിനെതിരെ വില്ലാറയലിൻ്റെ ഒരു ആരാധകൻ ഒരു പഴമെടുത്ത് എറിയുന്നുണ്ട്. പഴം എടുത്തെറിഞ്ഞപ്പോൾ അദ്ദേഹം ആ പഴം എടുക്കുന്നു, ഭക്ഷിക്കുന്നു, നേരെ കോർണർ കിക്ക് എടുക്കുന്നു. ഐ ഡോണ്ട് കെയർ എന്നായിരുന്നു അദ്ദേഹം ആ റാസിസത്തോട് പ്രതികരിച്ച നിലപാട്. അപ്പോൾ നിറത്തിൻ്റെ പേര് ഞാനോ നിങ്ങളോ ആരെങ്കിലും ഒരാളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം. പണ്ട് കറുത്തവനായ ബിലാൽ എന്ന് പറയുന്ന ഒരു അടിമ പ്രവാചകനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. പ്രവാചകൻ്റെ അടുത്ത് വരുന്നു. പ്രവാചകൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, വേണ്ട നബിയെ, ഞാൻ കറുത്തവനാണ്, എന്നെ ചേർത്ത് പിടിക്കരുതെന്ന്. പക്ഷെ നബി ഒന്നും കൂടിയും ശക്തമായി അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. അതിനുശേഷം ബിലാൽ ഇങ്ങനെയാണ് പറയുന്നത്, അന്നേ വരെ ഒരാളും ഇത്രമേൽ എന്നെ ചേർത്ത് പിടിച്ചിട്ടില്ല, അതിനുശേഷം മറ്റൊരാളും എന്നെ ഇത്രമേൽ ചേർത്ത് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, വെളിച്ചം പോകുമ്പോൾ വെളുത്തവനും കറുത്തവനും. الشوق يبقى في اغتراب فقير في الحياة من الصحاب ومن يأمنك يا دنيا الدواهي تدوسين المصاحب في التراب وأعجب من مريدك وهو أنك في الورى أم العجاب ولولا أن لي معنى جميلا لبعت المكث فيها بالذهب